രൂപയുടെ മൂല്യം ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കും. സാധാരണ പലർക്കുള്ളൊരു ഡൗട്ടാണ്. ഓഫ് കോഴ്സ് ഇത് നമ്മളെ ബാധിക്കും. നമ്മളുടെ റിയൽ ലൈഫിൽ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് വീക്ക്, അതായത് മാർച്ച് 30-നാണ് രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് ഏറ്റവും താഴ്ന്ന ലെവലെത്തിയത്. ഒരു ഡോളറിന് 95.22 എന്നുള്ള ഏറ്റവും ലോ ടച്ച് ചെയ്തു. ഓയിലിന്റെ 90%, ഗ്യാസ് 50%, ഇലക്ട്രോണിക്സ് വലിയൊരു ശതമാനവും ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ ഇതൊക്കെ വാങ്ങുന്നത് ഡോളർ യൂസ് ചെയ്താണ്. 2016 66 രൂപ കൊടുത്ത് വാങ്ങിയിരുന്ന ഒരു ഡോളറിന് 2026 മാർച്ച് ആയപ്പോഴേക്കും 95 രൂപയായിട്ട് മാറി. സോ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ കൂടുതൽ INR കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2016 ഒരു ബാരൽ ക്രൂഡിന് $50 ആണെന്നുണ്ടെങ്കിൽ ഒരു ബാരൽ വാങ്ങാൻ 3300 കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ക്രൂഡിന് $50 ആണെങ്കിൽ പോലും 4750 രൂപ കൊടുക്കണം. ക്രൂഡ് വില കൂടുന്നതിനനുസരിച്ച് ഇനിയും ഇത് കൂടും. ഇങ്ങനെ ക്രൂഡ് ഓയിൽ നിന്നുണ്ടാക്കുന്ന പെട്രോൾ, ഡീസൽ, LPG, ജെറ്റ് ഫ്യൂവൽസ് ഇതിനൊക്കെ വില കൂടുന്നതോടുകൂടി നമ്മുടെ റിയൽ ലൈഫിൽ ഇത് ബാധിക്കാൻ പോകും. ഇതിന് പുറമെ നമ്മൾ യൂസ് ചെയ്യുന്ന പഴം, പച്ചക്കറി, അരി, അങ്ങനെ റോഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും വില കൂടും. ഇത് സാധാരണക്കാരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കും. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ്.